ഫ്രീലാൻസിങ് ഇപ്പോൾ പോപ്പുലറായി വരികയാണ്. പക്ഷെ ടീച്ചിങ് ഫീൽഡിലേക്ക് അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ടീച്ചേഴ്സിന് ഫ്രീലാൻസറായി വർക്ക് ചെയ്യണമെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ടീച്ചേഴ്സിനാവാൻ കഴിയും ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ? അല്ല, ആക്ച്വലി ഇപ്പോൾ ഓൾറെഡി ഫ്രീലാൻസിൻ്റെ നല്ല രീതിയിൽ ഫ്രീലാൻസ് ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിൽ എല്ലാ പുറത്താണെങ്കിലും ഒരുപാട് ടീച്ചേഴ്സ് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രീലാൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സിന് ആവശ്യമുള്ള ഓരോ സ്കിൽസും ടൂൾസും കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മെൻഷൻ ചെയ്തു പോയി. അപ്പോൾ ടീച്ചിങ് എന്നുള്ളതിലുപരി കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ അറിയേണ്ടതുണ്ട് നമ്മളൊരു ഫ്രീലാൻസ് കരിയറിലേക്ക് പോകുന്ന സമയത്ത്. കാരണം നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബാംഗ്ലൂർ പോലുള്ള ഏതെങ്കിലും ഒരു ടെക് കമ്പനീൻ്റെ പാർട്ടായിട്ട് അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുക, ആ ഒരു സ്റ്റുഡൻസിനെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ ഫ്രീലാൻസിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ, സ്റ്റുഡൻസിനെ അക്വയർ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും സ്കെഡ്യൂൾ ചെയ്യാനൊക്കെ അവിടെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിലും അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഫ്രീലാൻസിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. പാരൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എങ്ങനെ അക്വയർ ചെയ്യാന്നുള്ളതിന് ബേസിക് മാർക്കറ്റിംഗ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയുന്നുണ്ട്. ടീച്ചിങ് സ്കിൽസിന് ഉപരി ഇതേപോലെയുള്ള ബേസിക് മാർക്കറ്റിംഗ് സ്കിൽസ് വേണം. പാരൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ആ സ്റ്റുഡൻസിൻ്റെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഒരു മെൻറ്റർഷിപ്പും അല്ലേ, ആ സ്റ്റുഡൻസിന് എങ്ങനെ പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പ് കൊടുക്കാം. പിന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നിയത് പ്രോപ്പറായിട്ടുള്ള ഒരു നീഷ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മാത്സ് ടീച്ചർ ആണെന്നെങ്കിൽ, ഫ്രീലാൻസിലേക്ക് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള കസ്റ്റമേഴ്സ് ഏറ്റവും ഡിമാൻഡുള്ള ഒരു നീഷ് ചൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 8th മുതൽ 12th വരെയുള്ള മാത്സിന് നമുക്കിവിടെ ആംഗിളെന്ന് അറിയാം അല്ലേ, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു നീഷാണ്. അങ്ങനെ ഏറ്റവും ഡിമാൻഡുള്ള നീഷുകൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്സ്, സയൻസ്, അത് കണ്ടെത്തിയിട്ട് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ, ബേസിക് മാർക്കറ്റിംഗ്, അങ്ങനത്തെ കുറച്ച് സ്കിൽസും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ഈസി ആയിട്ട് ഫ്രീലാൻസ് കരിയറിൽ ഷൈൻ ചെയ്യാൻ പറ്റും തന്നെയാണ് മനസ്സിലാക്കുന്നത്.